അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദദേശത്തെങ്ങുമുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ശൗൽ പ്രത്യക്ഷനാകുന്നത്. സ്തെഫാനോസിനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. തന്നെയുമല്ല, ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ഇത്രയും കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 1-ഉം 3-ഉം വാക്യങ്ങളിൽ സംഭവമാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെല്ലുന്നു. 2-ാം വാക്യത്തിലെത്തുമ്പോൾ, ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനിൽ നിന്നും അധികാരപത്രം വാങ്ങുന്നു. 3-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ, ശൗൽ പ്രയാണം ചെയ്ത് ദമസ്കസ് പടിവാതിലിന് അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് ഒരു വെളിച്ചം അവനെ ചുറ്റും മിന്നി. കുല നിശ്വസിച്ച പൗലോസ് കണ്ണ് കാണാത്തവനായി നിലത്ത് കിടക്കുകയാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന യേശു കർത്താവ് വേഗം പാഞ്ഞുകൊണ്ടിരുന്ന പൗലോസിനെയും തന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി മിന്നി. മുമ്പോട്ടുള്ള ശൗലിൻ്റെ യാത്ര തടഞ്ഞു. ദൈവത്തിന് പ്രിയനായിരുന്നു ശൗൽ. കാരണം യേശുവിൻ്റെ ഐഹിക ജീവകാലത്തൊരു യൗവനക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കൽപ്പനകളെ പ്രമാണിക്കുവാൻ യേശു പറഞ്ഞിരുന്നു. ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, സകലതും വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കൽപ്പിച്ചപ്പോൾ അവൻ വലിയ ധനികനും വലിയ പദവി വഹിക്കുന്നവനും ആയിരുന്നതിനാൽ ദുഃഖിച്ചു പോയി കളഞ്ഞു എന്ന് മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഭാഗങ്ങളിൽ 21-ാം വാക്യത്തിൽ യേശു അവനെ സ്നേഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനോട് നിത്യജീവനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച ആ മനുഷ്യൻ പൗലോസ് ആയിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അനേകരുടെ അഭിപ്രായത്തിൽ ആ യൗവനക്കാരൻ പൗലോസ് ആയിരുന്നു. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ യേശുവിനെ കണ്ടിട്ടില്ലയോ എന്ന്. എന്തു തന്നെ ആയിരുന്നാലും അവൻ്റെ സമ്പത്ത് ഉപേക്ഷിച്ചു കൊണ്ടുള്ള ഒരു പരിപാടിക്കും അവന് താല്പര്യമില്ലായിരുന്നു. കാരണം അവൻ വിഷാദിച്ചാണ് യേശുവിൻ്റെ അടുക്കിൽ നിന്നും പോയത്. എന്നാൽ താൻ സ്നേഹിക്കുന്ന ശൗൽ തൻ്റെ മകനായ സ്തെഫാനോസിനെ കൊല്ലിച്ചു, അനേകരെ പ്രതിസന്ധിയിലാക്കി. ഇപ്പോൾ ഇതാ ദമസ്കോസിലേക്ക് ചീറിപ്പായുകയാണ്. യേശു അവൻ്റെ മുന്നോട്ടുള്ള യാത്ര തടഞ്ഞു. ശൗൽ നിലത്ത് വീണു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന്, നീ ആരാകുന്നു കർത്താവ് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. യേശു പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. ഇത്രയും കേട്ടപ്പോൾ തന്നെ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. ഗമാലിയേലിൻ്റെ കാൽ കീഴിലിരുന്ന് പഠിച്ചാൽ ന്യായപ്രമാണത്തിൽ അറിവുണ്ടാകും. എന്നാൽ യേശു പറയുന്നത് പോലെ തൻ്റെ സമ്പത്തിലുള്ള ആശ്രയം ഉപേക്ഷിച്ചാൽ യേശു ആരാണെന്ന് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവമക്കൾക്കെതിരെയോ ദേവദാസന്മാർക്കെതിരെയോ ആരോപണം നിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് അതിവേഗം പായുകയാണോ? ഒരുപക്ഷെ നമ്മുടെ മുന്നോട്ടുള്ള യാത്ര കർത്താവ് തടസ്സപ്പെടുത്തിയേക്കും. പൗലോസിൻ്റെ യാത്ര തുടരുവാൻ കർത്താവ് അനുവദിച്ചു. എന്നാൽ അവൻ്റെ മനോഭാവം മാറ്റിയാൽ മാത്രമേ അവന് ഇനി മുന്നോട്ട് പോകുവാൻ കഴിയൂ. ദൈവഹിതപ്രകാരമുള്ള മനോഭാവമാണോ നമ്മുടേത് എന്ന് ശോധന ചെയ്ത് നാം ജീവിക്കണം. ദമസ്കസിലുള്ള യേശുവിൻ്റെ മക്കളെ നശിപ്പിക്കുവാനാണ് ഇവൻ യാത്ര ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ദർശനം പ്രാപിച്ചപ്പോൾ അവൻ്റെ കാഴ്ചപ്പാടുകൾ മാറി.
ദൈവദാസന്മാരോടുള്ള മനോഭാവത്തിന് മാറ്റം വന്നു. ദൈവമക്കളെയും ദൈവദാസന്മാരെയും നശിപ്പിക്കുവാൻ ഓടിക്കൊണ്ടിരുന്നവൻ അവരുടെ സഹായകനും അവരിൽ നിന്നും സഹായം ആവശ്യമുള്ളവനുമായി തീർന്നു. കാരണം അവരുടെ നായകനായ കർത്താവായ യേശു ക്രിസ്തു ഒരു വാക്കും ഒരു പിടുത്തവുമാണ് പൗലോസിനെ പിടിച്ചത്. കാരണം യേശു പറഞ്ഞു, മുള്ളിനെതിരെ ഉതയ്ക്കുന്നത് അഥവാ ചവിട്ടുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്ക് വേണ്ടിയും യേശു ഇത് തന്നെയാണ് പറയുന്നത്. സ്തെഫാനോസിനെ കൊല്ലുവാൻ പൗലോസിൻ്റെ സഹായികൾക്ക് കഴിഞ്ഞത് അവൻ്റെ ശുശ്രൂഷകാലം തികഞ്ഞതുകൊണ്ടായിരുന്നു. ശുശ്രൂഷകാലം തികയാതെ നമ്മെ തൊടുവാൻ ഒരുത്തനെയും കർത്താവ് അനുവദിക്കുകയില്ല. അഥവാ തൊട്ടാൽ അത് ദൈവനാമമഹത്വത്തിന് മുഖാന്തരമായി തീരുകയും ചെയ്യും. കാരണം സ്തെഫാനോസിനെ കൊന്നതുപോലെ തന്നെ ദമസ്കസിലുള്ള അനന്യാസിനെയും പിടിക്കുവാനായിരിക്കും അവൻ യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ദൈവവുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അനന്യാസിന്റെ പ്രാർത്ഥനാലയത്തിൽ പൗലോസ് പ്രവേശിച്ചു. അതുമാത്രമേ പൗലോസിന് ഓർമ്മയുള്ളൂ. അത് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകന് വേണ്ടി മറ്റുള്ളവരുടെ ഓട്ടം നിർത്തിക്കുകയും അതുപോലെ തന്നെ സ്നേഹിക്കുന്ന പൗലോസ് അറിയാതെ ചെയ്യുന്ന തെറ്റ് ആവർത്തിക്കാതിരിക്കുവാൻ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. സകലതും നന്നായി ചെയ്യുന്നവനാണ് യേശു. പൗലോസിനെ ഒരടി മുന്നോട്ട് പോകുവാൻ കർത്താവ് അനുവദിച്ചില്ല. അപ്രകാരം ഒരു പ്രതിസന്ധി വന്നില്ലായിരുന്നെങ്കിൽ പൗലോസ് മുൻപത്തെ പോലെ ഈ പ്രാവശ്യവും വിഷാദിച്ചു പോകുമായിരുന്നു. എന്നാൽ കർത്താവ് അവനെ പിടിച്ചു. നാമും സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ യേശുവിന് സമയം കൊടുക്കുവാൻ വൈമനസ്യം കാണിക്കുവാൻ സാധ്യതയുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കൂടി കർത്താവ് നമ്മോട് പറയുകയാണ്, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോൾ യഹോവയെ മറക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഖ്യ സന്തോഷങ്ങളിൽ യേശുവിനെ പങ്കുകൊള്ളുവാൻ അവസരം കൊടുക്കാറുണ്ടോ? മുന്നോട്ട് പോകുവാൻ പറ്റാതെ മറ്റുള്ളവരുടെ സഹായത്തോടെ 3 ദിവസം ചിലവഴിച്ച പൗലോസിനെ ഒരു കാര്യം മനസ്സിലായി, യേശു മഹാദൈവവും നമ്മുടെ കർത്താവുമാണെന്ന്. സമ്പത്തിൽ ആശ്രയിക്കരുതെന്ന് പറഞ്ഞപ്പോൾ മുഖം മാടിയവനായി പോയ പൗലോസ് ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ യേശു ആരാണെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ മുൻഗണനകൾക്ക് മാറ്റം വന്നു. ഇനി അവനെ ആരെയും കൊല്ലണ്ട, ജീവിപ്പിച്ചാൽ മതി. അവൻ്റെ സമ്പത്തിന് അവന് ആവശ്യമില്ല. ഇട്ടുമൂടുവാൻ സമ്പത്തുണ്ടായിരുന്നവൻ 2 കൈ കൊണ്ടും അധ്വാനിക്കുവാൻ തുടങ്ങി. അവൻ്റെ പദവികൾ, സമ്പത്ത്, പാരമ്പര്യം എല്ലാം ഇന്ന് അവന് ചപ്പും ചവറുമാണ്. സമ്പത്തിന് വേണ്ടി മാതാപിതാക്കളെ കൊല്ലിക്കുകയും പദവിക്ക് വേണ്ടി ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഏതൊരാളും യേശുവിനെ ഒന്ന് അറിഞ്ഞാൽ ഒരിക്കലും അതിനെ തുനിയുകയില്ല. കാരണം മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. സമ്പത്ത് എത്ര കോടികളുണ്ടായാലും ചെറിയൊരു അസുഖം വന്നാൽ നാം ആരെയെങ്കിലും ആശ്രയിക്കേണ്ടി വരും. എന്നാൽ യേശുവിൽ ആശ്രയിക്കാമെങ്കിൽ അവൻ സർവ്വ ആശ്വാസവും തരുന്നവനും സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനുമാണ്. സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി തന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. മരണയോർദാൻ കടക്കുവാൻ നമ്മെ സഹായിക്കേണ്ടവനാണ് കർത്താവായ യേശു ക്രിസ്തു. അതെ, അവനാണ് നല്ല സ്നേഹിതൻ, നല്ല ഗുരു, നല്ല ന്യായാധിപൻ, നല്ല രാജാവ്. അതെ, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എല്ലാം. നമുക്ക് മാന്യത തരുന്നതും നമ്മെ കാത്തു പരിപാലിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവാണ്. പൗലോസ് സകലതും ചപ്പും ചവറുമെന്ന് അന്ന് എണ്ണിയത് കൊണ്ട് ഇന്നും അവൻ എഴുതിയ ലേഖനങ്ങൾ കൊണ്ട് ദൈവസഭ മുന്നോട്ട് പോകുന്നു. കർത്താവ് തൻ്റെ ദാസനെ എത്രമാത്രം മാനിച്ചു എന്ന് ഇന്ന് ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിന് കാരണം പൗലോസ് പറഞ്ഞതാണ്, രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കുകയില്ല. ലോകം മുഴുവനും എനിക്ക് എതിരായിരുന്നാലും ഞാൻ എൻ്റെ കർത്താവിനെ തിരിച്ചറിഞ്ഞവനാണ്. ഞാൻ അവനെ അനുസരിക്കും. ഇതായിരുന്നു പൗലോസിൻ്റെ തീരുമാനം. നമ്മുടെയോ? ഓർക്കുക, സകല ഭൗതിക സമ്പത്തും സ്ഥാനമാനങ്ങളും നമ്മെ വിട്ട് കടന്നു പോകും. യേശു മാത്രമേ മരണയോർദാൻ്റെ ആഴം കടക്കുവാൻ നമ്മെ സഹായിക്കുവാനായിട്ട് ഉള്ളൂ. അകലെന്തെല്ലാം നഷ്ടമായാലും എൻ്റെ യേശുവിനെ വേദനിപ്പിക്കുന്ന ഒന്നും എനിക്ക് വേണ്ട എന്ന് ഒരു തീരുമാനം ഈ നല്ല പകൽക്കാലത്ത് നമുക്ക് എടുക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
പൗലോസ് എടുത്ത നല്ല തീരുമാനമെടുക്കുവാൻ അടിയനെയും അടിയനെ കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണ്. വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയാണ്. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ച് സ്വീകരിക്കേണ്ടതിനെ മാത്രം സ്വീകരിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണ്. പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് സഹായിക്കണമേ. അവർ അതിൽ നിന്നും രക്ഷിക്കണമേ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നും മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.